നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. അവശതയിലും ആവേശമായി കെ.ആർ. ഗൗരിയമ്മ. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M.A. ബേബിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ ഗൗരിയമ്മ എത്തി. കേരള ജനതയുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്ന് ഗൗരിയമ്മ. പ്രചരണം മുറുകുന്നു. കിഴക്കൻ മേഖലയിൽ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച സ്വീകരണം. തെരഞ്ഞെടുപ്പ് ചൂടിലും മോഷ്ടാക്കൾക്ക് വിശ്രമമില്ല. കടക്കലിലും പത്തനാപുരത്തും മോഷണം. നരേന്ദ്രമോദി ഹിറ്റ്ലറുടെ അവതാരമെന്ന് VD സതീശൻ. പോളിംഗ് ബൂത്തിലേക്ക് ഇനി ഒരാഴ്ച. കിഴക്കൻ മേഖലയിൽ പ്രചരണം മുറുകി. നാടെങ്ങും മുതിർന്ന നേതാക്കളുടെ സന്ദർശനം. അവശതയിലും ആവേശമായി കെ.ആർ. ഗൗരിയമ്മ. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M.A. ബേബിക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ അഞ്ചൽ ആലഞ്ചേരിയിലും കുരുവിക്കോണത്തും പൊതുപരിപാടികളിൽ ഗൗരിയമ്മ സംസാരിച്ചു. കേരള ജനതയുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്ന് ഗൗരിയമ്മ കുറ്റപ്പെടുത്തി. കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പെണ്ണുപിടിയന്മാരുടെയും സ്വഭാവശുദ്ധിയില്ലാത്തവരുടെയും വിഹാര കേന്ദ്രമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് ഗൗരിയമ്മ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2.5 വർഷം സരിതയും ജോപ്പനും സലീം രാജും വിഹരിച്ചിട്ടും കണ്ടില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് ഗൗരിയമ്മ പറഞ്ഞു. ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? സരിത ആൾക്ക് അല്ലെങ്കിൽ ഒരു ഗൺമാനുണ്ട്, അവനെ കൊണ്ട് പോയി വിളമ്പിച്ചാൽ മതിയോ? നമ്മളുടെ ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റിന്റെ പ്രവർത്തനം അഭിമാനത്തോടുകൂടി സത്യസന്ധമായി അഭിമാനത്തോടുകൂടെ നമുക്ക് ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ കോൺഗ്രസിന് കഴിയില്ല, ഉമ്മൻചാണ്ടിക്ക് കഴിയില്ല. അതാണ് മറ്റാണ്ടിപ്പോൾ നടന്നു. ഞാൻ സരിതയുടെ കേസ് ഞാൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. 1.5 കൊല്ലം അല്ലേ അവിടെ വന്നിട്ട് അറിഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിയാണ് അയാളുടെ ആഫീസിൽ നടക്കുന്നത്. 1.5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ 5 കൊല്ലം അവിടെ ഇരുന്നാലും നമ്മുടെ കാര്യമൊന്നും അറിയില്ല. ഒറ്റക്കാര്യം അങ്ങനെ അറിയില്ല. ആഫീസിൽ 1.5 കൊല്ലം നടക്കുന്നത് ഒറ്റക്കാര്യം അറിയില്ല. പകൽ സമയത്ത് പോലും കേരളത്തിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് സന്ധ്യ കഴിഞ്ഞ് ഒരു അല്പം കൊള്ളാവുന്ന ഒരു പെണ്ണ് പോയാൽ പിറ്റേ ദിവസം ശവേഗം ഒറ്റയ്ക്കോ ശവേഗം. അത് ഇവിടെ മാത്രമല്ല, കേന്ദ്രത്തിൽ സ്ത്രീകളോടുള്ള അക്രമം രാജ്യത്ത് ഉണ്ടാവുകയാണ്. ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ തല്ലി തീർക്കുക. കോൺഗ്രസുകാരെ വിശ്വസിക്കാനും കൊള്ളില്ല. നാട്ടിൽ അഴിമതിയും വിലക്കയറ്റവും സ്വജനപക്ഷപാതവും നടക്കുമ്പോഴും പച്ചക്കള്ളം പറഞ്ഞാണ് ഉമ്മൻചാണ്ടി നടക്കുന്നത്. രാജ്യത്ത് ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നത്തിന് പുറം തിരിഞ്ഞു പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ഈ യോഗങ്ങളിലൊക്കെ സ്ത്രീകൾ വരുന്നുണ്ട്. ശുഷ്കാന്തിയോടുകൂടെ ഒട്ടിയേക്കും. ശുഷ്കാന്തിയോടുകൂടെ പെണ്ണുങ്ങൾ ഒട്ടിയേക്കും. ഒരു സ്ത്രീകൾ ഇത്ര അപമാനിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും. M.A. ബേബി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നും ഗൗരിയമ്മ പറഞ്ഞു. ആലഞ്ചേരി തൊണ്ടിയറയിൽ നടന്ന യോഗത്തിൽ മാധവൻ പിള്ള അധ്യക്ഷനായിരുന്നു. K. ബാബു പണിക്കർ, ലാലാജി ബാബു, ജോർജ് മാത്യു, അഡ്വക്കേറ്റ് K. രാജു MLA, T. അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. കുരുവിക്കോണത്ത് നടന്ന യോഗത്തിൽ ലെനു ജമാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജോർജ് മാത്യു, അഡ്വക്കേറ്റ് K. രാജു MLA, K. N. വാസവൻ, സുജാ ചന്ദ്രബാബു, ലളിതാഭായി, K. S. ജോസ്, K. ബാബു പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. M.A. ബേബിക്ക് കുളത്തൂപ്പുഴയിൽ ആവേശകരമായ സ്വീകരണം. ചൊവ്വാഴ്ച രാത്രി വൈകിയും നടന്ന സ്വീകരണ പരിപാടികളിൽ തോട്ടം തൊഴിലാളികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. പുനലൂർ ആരംപുന്നയിൽ നിന്ന് തുടങ്ങി കിഴക്കൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് M.A. ബേബി കുളത്തൂപ്പുഴയിലെത്തിയത്.
തുടർന്ന് RPLിലെ പള്ളംവെട്ടി കോളനിയിൽ നിന്ന് സ്വീകരണം ആരംഭിച്ച സ്ഥാനാർത്ഥി 2F കോളനി, 2J കോളനി, 9B കോളനി, 9E കോളനി, 1C കോളനി, ചന്ദനക്കാവ് രമണി കോട്ടേജ് എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. സമാപന സ്ഥലമായ 1A കോളനിയിൽ രാത്രി 2 മണിയോടെയാണ് സ്ഥാനാർത്ഥി എത്തിച്ചേർന്നത്. രാത്രി ഏറെ വൈകിയും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന തോട്ടം തൊഴിലാളികൾ കാത്തുനിന്നത് ഏറെ ക്ഷീണിതനായിരുന്ന സ്ഥാനാർത്ഥിക്ക് ആവേശമായി. പ്രവർത്തകരിൽ വിജയസാധ്യമായ ആത്മവിശ്വാസം ഉണ്ടെന്നും എന്നാൽ അമിത ആത്മവിശ്വാസം വേണ്ടെന്നും വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി നടത്തണമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. LDFന് അഭിമാനകരമായ വിജയം നേടിക്കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ ചില സഖാക്കൾ ആവേശം കൊള്ളുന്നുണ്ട്. അത് അമിതമായ ആത്മവിശ്വാസമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ജാഗ്രതയോടുകൂടി നമ്മൾ നമ്മുടെ വോട്ടുകളെല്ലാം ചെയ്യിക്കുകയും പുതുതായിട്ട് കുറെ വോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നിലയിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. നന്നായി പ്രവർത്തിച്ചാൽ നമുക്ക് നന്നായിട്ട് ജയിക്കാൻ കഴിയും. വിവിധ ക്വാർട്ടേഴ്സുകളിലെ സ്ത്രീകൾ ആരതി ഒഴിഞ്ഞാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. LDF നേതാക്കളായ ജോർജ് മാത്യു, S. ജയമോഹൻ, PS സുപാൽ, ഗോപകുമാർ, EK സുധീർ, ഷൈജു, ടോം എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ആവേശകരമായ സ്വീകരണം. ചൊവ്വാഴ്ച രാത്രി ഏറെ വൈകിയാണ് UDF സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടികൾ അവസാനിപ്പിച്ചത്. ചന്ദനക്കാവ്, പച്ചക്കട, മഠത്തിക്കോണം, സാംനഗർ, നെല്ലിമൂട്, ടൌൺ, 50 ഏക്കർ, കുമരംകരിക്കം, കല്ലുവെട്ടാൻകുഴി, ഡാലി എന്നിവിടങ്ങൾ സന്ദർശിച്ച പ്രേമചന്ദ്രൻ കുളത്തൂപ്പുഴയിലെ സ്വീകരണ പരിപാടി ചോഴിക്കോടാണ് അവസാനിപ്പിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം രാത്രി ഏറെ വൈകിയും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സ്ഥാനാർത്ഥിയെ കാത്തുനിന്നു. സമാപന സ്ഥലമായ ചോഴിക്കോട് രാത്രി 12 മണിയോടെയാണ് പ്രേമചന്ദ്രൻ എത്തിച്ചേർന്നത്. 100 കണക്കിന് പ്രവർത്തകർ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. തന്റെ വിജയത്തിനായി അരയും തലയും മുറുക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പുലർത്തുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിബദ്ധതയോടും താൽപര്യത്തോടും ആവേശത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അതിന്റെ സ്ഥാനാർത്ഥിയുടെയും വിജയം അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ അവസരത്തിൽ ഹൃദ്യമായി നന്ദിയോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം UDF നേതാക്കളായ കരിക്കത്തിൽ പ്രസേനൻ, ഭാരതീപുരം ശശി, SC സഞ്ജയ് ഖാൻ, കുളത്തൂപ്പുഴ സലീം, MA ലത്തീഫ്, റോയ് ഉമ്മൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. LDF സ്ഥാനാർത്ഥി MA ബേബി കടക്കൽ ചിതറ മേഖലയിൽ നടത്തിയ സ്വീകരണ പരിപാടികളുടെ റിപ്പോർട്ട്. വേഗത്തിൽ എല്ലാവരും സ്വീകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ സാരഥി സഖാവ് MA ബേബി നിങ്ങളെ നേരിൽ കാണുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ആ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കടക്കൽ മേഖലയിലെ സ്വീകരണം കഴിഞ്ഞ് ചിതറയിൽ പ്രവേശിച്ച സ്ഥാനാർത്ഥിക്ക് പുളിവേലിക്കോണത്ത് വൻ വരവേൽപ്പ് നൽകി. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി S. വിക്രമൻ, S. ബുഹാരി, കരകുളം ബാബു, K. സുകുമാരപിള്ള തുടങ്ങി നിരവധി നേതാക്കൾ MA ബേബിയെ സ്വീകരിച്ചു. ചിതറ, കിഴക്കുംഭാഗം, മടത്തറ തുടങ്ങി നിരവധി മേഖലകളിൽ സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. തുടർന്ന് രാത്രിയോടെ കല്ലുവെട്ടാൻകുഴിയിലെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കാത്തുനിന്നു. തുടർന്ന് മുതയിൽ, സൈഡ്വാൾ, മധുര, കുമ്മൽ പ്രദേശങ്ങളിലും സ്വീകരണം സംഘടിപ്പിച്ചു. ആവേശകരമായ സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി സഖാവ് MA ബേബി ഇവിടെ നിൽക്കുന്ന ആവേശോജ്വലമായ സ്നേഹോജ്വലമായ വരവേൽപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി സഖാവ് MA ബേബിയോട് LDFന്റെ സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണമെന്ന് സവിനയം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. ചടയമംഗലം കടക്കൽ മേഖലകളിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നടത്തിയ സ്വീകരണ പരിപാടികളുടെ റിപ്പോർട്ട്. KPCC അംഗം A ഹിദുർ മുഹമ്മദ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇടത്തറ വിജയൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി MM നസീർ, UDF നിയോജകമണ്ഡലം കൺവീനർ S മുരളീധരൻ നായർ, മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ, RSP സംസ്ഥാന കമ്മിറ്റി അംഗം KS വേണുഗോപാൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കടയ്ക്കൽ, കുമ്മിൾ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ NK പ്രേമചന്ദ്രന് സ്വീകരണം നൽകി. ചിങ്ങലിയിൽ ചെണ്ടമേളത്തിന്റെയും ബാൻഡുമേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഹരിലാൽ, വിജയൻ, നവാസ് റാവുത്തർ, ഷറഫ് പെരിങ്ങാട്, ശിവശങ്കര പിള്ള, റാഫി, ഷമീർ, സജീവ്, യൂത്ത് കോൺഗ്രസ് എം ബിലു കൃഷ്ണൻ, അഖിലേഷ് കൃഷ്ണൻ. ഐക്യ പുരോഗമന സഖ്യം ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ബഹുജനാടിത്തറ വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ ജനക്ഷേമ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ പര്യാപ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ അതിനനുരോധമായി വോട്ട് നൽകി വിജയിപ്പിക്കാൻ ഇന്നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള സമ്മതിദായകർ തയ്യാറാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ തകർന്നപ്പോൾ ഇന്ത്യയെ സാമ്പത്തികമായി പിടിച്ചു നിർത്തിയത് UPA സർക്കാരിന്റെ ദീർഘവീക്ഷണമായിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി VD സതീശൻ കരവാളൂരിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സാമ്പത്തിക വളർച്ചയ്ക്കും സമ്പദ്ഘടനയുടെ വികാസത്തിനുമാണ്. അതിലൂടെ ഉണ്ടായ നേട്ടം, ആ നേട്ടത്തിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളായിരുന്നു. അവിടെയാണ് നമുക്ക് പരിശോധിക്കപ്പെടേണ്ട വിഷയം. ഈ സാമ്പത്തിക ലാഭം, ഈ സാമ്പത്തിക വളർച്ചയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ പാവപ്പെട്ടവരായിരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലെയും സമ്പദ്ഘടനകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ അടിത്തറയിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അതിനെ കാത്തുസൂക്ഷിക്കാൻ UPA ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗത്തിൽ രവീന്ദ്രൻ നായർ അധ്യക്ഷനായി. UK ഷാനവാസ് ഖാൻ സ്വാഗതം പറഞ്ഞു. KLDC ചെയർമാൻ ബെന്നി കക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. പുന്നൂർ മധു, CK പുഷ്പരാജൻ, ജോർജ് തോമസ്, ലിസി, യോഹന്നാൻകുട്ടി, ഷിബു ബെഞ്ചമിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. നരേന്ദ്രമോദി 21ാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലറുടെ അവതാരമെന്ന VD സതീശൻ കരവാളൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ സ്വേച്ഛാധിപത്യത്തിന്റെ, ഏകാധിപത്യത്തിന്റെ, ഫാസിസത്തിന്റെ യഥാർത്ഥ മുഖമാണ് നരേന്ദ്രമോദി എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഹിറ്റ്ലറുടെ പുതിയ അവതാരമാണ്. 21ാം നൂറ്റാണ്ടിലെ അവതാരമാണ് നരേന്ദ്രമോദി. മോഡി പ്രധാനമന്ത്രിയായാൽ ഇന്ത്യയിൽ ഒരിടത്തും പ്രതിപക്ഷ നേതാക്കൾക്ക് റോഡിലിറങ്ങാൻ കഴിയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഇതിന്റെ സൂചനയാണ് എതിർ സ്ഥാനാർത്ഥിയായ മധുസൂദനൻ മിസ്ത്രിയെ അറസ്റ്റ് ചെയ്യിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് വളരെ നിസ്സാരമായ ഒരു കാരണം, എന്തായാലും AICCയുടെ ജനറൽ സെക്രട്ടറിയായ മധുസൂദനൻ മിസ്ത്രി ഇറങ്ങി പോസ്റ്റ് ചെയ്തല്ലോ. സ്ഥാനാർത്ഥി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സൂചനയാണ്. ഇങ്ങനെ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോയാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരാരും റോഡിലുണ്ടാവില്ല, എല്ലാവരും ജയിലിലായിരിക്കും. അതൊരു സൂചനയാണ്. ഗുജറാത്തിലെ വികസനം ഊതിവീർപ്പിച്ച ബലൂൺ പോലെയാണെന്നും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കേരളവുമായി ഗുജറാത്തിനെ താരതമ്യം കൂടി ചെയ്യാൻ കഴിയില്ലെന്നും സതീശൻ പറഞ്ഞു. ഗുജറാത്തിലെ വികസനം ഊതിവീർപ്പിച്ച ഒന്നാണ്. ഏത് രംഗത്താണെങ്കിലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഗുജറാത്തിന് കഴിയില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികൾ കേരളവുമായി താരതമ്യം ചെയ്യാൻ പോലും ഗുജറാത്തിന് കഴിയില്ല. പോസ്റ്ററുകൾ നശിപ്പിച്ചതിന്റെ പേരിൽ മധുസൂദനൻ മിസ്ത്രിയെ അറസ്റ്റ് ചെയ്യിച്ചെങ്കിൽ കേരളത്തിലെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കേരളത്തിലെ എല്ലാ LDF സ്ഥാനാർത്ഥികളെ അറസ്റ്റ് ചെയ്യണം. ഇതൊക്കെ വെറുതെ ഭയന്നിട്ടാണ്.
നിലവാരം കുറഞ്ഞ ബാറുകളുടെ ലൈസൻസ് റെഗുലറൈസ് ചെയ്തു നൽകിയത് കോടിയേരി ബാലകൃഷ്ണൻ കൂടി ഉൾപ്പെട്ടിരുന്ന മന്ത്രിസഭയാണ്. അതിലൂടെ കിട്ടിയത് എത്രയെന്ന് കോടിയേരി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അല്ല, ഈ കോടിയേരി ബാലകൃഷ്ണനെല്ലാം മന്ത്രിയായിരുന്ന മന്ത്രിസഭയാണ് നിലവാരം കുറഞ്ഞ ബാറുകളുടെ ലൈസൻസ് റെഗുലറൈസ് ചെയ്ത് കൊടുത്തത്. അതിന്റെ പുറത്തുള്ള എത്ര കിട്ടിയിട്ടുണ്ട് ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ പറയട്ടെ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാജ്യത്തിന്റെ ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുല്ലക്കര നാഗരൻ MLA. കോൺഗ്രസും BJPയും ക്രിമിനലുകൾക്കും കോടീശ്വരന്മാർക്കുമായി ഭൂരിപക്ഷം സീറ്റുകളും റിസർവ് ചെയ്തുവെന്ന് മുല്ലക്കര കുറ്റപ്പെടുത്തി. ഈ പാർട്ടിയിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ അദ്ദേഹത്തോട് ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യൻ ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹം ഒരു മഹാസ്തംഭമായിരുന്നു. അത്തരം പാർട്ടിയിലാണ് ഒരു ധാർമ്മികതയും ഇല്ലാതെ, ഒന്നുമില്ലാതെ എന്തുമാകാം. കോൺഗ്രസിൽ മത്സരിക്കുന്നവരിൽ ഒരുപാട് പേർ ക്രിമിനലുകളാണെന്ന് പത്രക്കാർ പറയുന്നു, കോടീശ്വരന്മാരാണെന്ന് പത്രക്കാർ പറയുന്നു. കോടീശ്വരന്മാർക്കും ക്രിമിനലുകൾക്കും മിക്കവാറും ഭൂരിപക്ഷം സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, സംവരണം ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പത്രക്കാർ പറയും. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് കരവാളൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലക്കര. സാധാരണക്കാരായ കോടാനുകോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ പണം കോൺഗ്രസിന്റെ സഹായത്താൽ ഇന്ന് കോർപ്പറേറ്റുകളുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള പണം തട്ടിയെടുത്ത് കോർപ്പറേറ്റുകൾക്ക് പെട്ടിയിലാക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്ന നയമാണ് കോൺഗ്രസിന്റേതെന്ന് മുല്ലക്കര പറഞ്ഞു. അവിടെയാണ് കോടാനുകോടി മനുഷ്യന്റെ കയ്യിൽ നിന്നും നഷ്ടമായി ഈ പണം മുഴുവൻ ഇന്ത്യയിൽ കുറച്ച് കോർപ്പറേറ്റുകളുടെ പെട്ടിയിലുണ്ട്. അത് അംബാനിയുടെ പെട്ടിയിലുണ്ട്, ജിൻഡാലിന്റെ പെട്ടിയിലുണ്ട്, മിത്തലിന്റെ പെട്ടിയിലുണ്ട്, സൺ ഫാർമസ്യൂട്ടിക്കലിന്റെ പെട്ടിയിലുണ്ട്, മറ്റു ചിലരുടെ പെട്ടിയിലുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നോട്ടൊരിക്കലും കരിഞ്ഞു പോവുകയില്ല. അതെല്ലാം ഇന്ത്യയിലെയും ലോകത്തെയും കോർപ്പറേറ്റുകളുടെ പെട്ടിയിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള പണത്തെ തട്ടിയെടുത്ത് അവരെ പെട്ടിയിലാക്കാൻ വഴിയൊരുക്കിയ നയമാണ് കേന്ദ്രത്തിന്റെ നയം. ഒരു ഭരണകക്ഷി തോൽക്കുമെന്ന് പ്രഖ്യാപിച്ച് ആ പാർട്ടിയിലെ നായകന്മാർ പരാജയത്തെ ഏറ്റുവാങ്ങാൻ പോകുന്ന ചരിത്രത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്. ഇടതുപക്ഷവും മറ്റുള്ളവരും കൂടി പിന്താങ്ങിയാൽ കോൺഗ്രസ് ഭരിക്കുമെന്നുള്ള AK ആന്റണിയുടെ പരാമർശം നടക്കാത്ത സ്വപ്നമാണെന്ന് മുല്ലക്കര പറഞ്ഞു. ആന്റണിയും കേരളത്തിൽ വന്ന് ആകെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എല്ലാവരും കൂടെ പിന്തുണച്ചാൽ, ഇടതുപക്ഷവും മറ്റുള്ളവരും ഒക്കെ പിന്തുണച്ചാൽ ഞങ്ങൾ വേണ്ടി വന്നാൽ വീണ്ടും ഭരിക്കുമെന്നാണ്. അതായത് നടക്കാത്ത ഒരു കാര്യം കേരളത്തിൽ സ്വപ്നം കാണുകയാണ് AK ആന്റണി. രാഹുൽ ഗാന്ധിയും പറയുന്നത് വിഷമമാണെന്നാണ്. പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കളമൊഴിയുകയാണ്. സാധാരണ കാലാൽപ്പട ഒരു യുദ്ധത്തിൽ തിരിഞ്ഞുകൂടാം. പക്ഷേ ഒരു ഭരണകക്ഷി തോൽക്കുമെന്ന് പ്രഖ്യാപിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതന്മാരായ നായകന്മാരായ ആളുകൾ തന്നെ മുട്ടിടിച്ച് വിയർത്ത് തലകുലിച്ച് നെഞ്ച് തകർന്ന് ഒരു പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച് നിൽക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പാണ്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കരവാളൂരിൽ LDF പ്രവർത്തകർ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു. ബഹുജനങ്ങളും അണിനിരക്കുന്ന ബഹുജന റാലി ഈ വഴിത്താരയിലൂടെ കടന്നുവരികയാണ്. പ്രസ്തുത ബഹുജന റാലിക്ക് ശേഷം കരവാളൂർ കോഴിക്കുളം ആഡിറ്റോറിയത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പൊതുസമ്മേളനത്തിന് LDF കരവാളൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി B ശശിധരൻ അധ്യക്ഷനായി. ഷൈൻ ദീപു സ്വാഗതം പറഞ്ഞു. S ജയമോഹൻ, PS സുബാൽ, ജോർജ് മാത്യു, പ്രൊഫസർ D ഷാജി, C അജയ് പ്രസാദ്, ജോബോയ് പെരേര, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, V രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ത്യയിൽ കോൺഗ്രസിന് പകരമായി മറ്റൊരു മതേതര മുന്നണി അധികാരത്തിൽ വരിക അസാധ്യമെന്ന് KNA ഖാദർ MLA. ചിതറയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനകോടികൾ വിശ്വാസമർപ്പിച്ചിട്ടുള്ള മതേതര കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതേതര മുന്നണി ഇന്ത്യയിൽ അസാധ്യമാണ്. ഇടതുമുന്നണി ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇടതുമുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വലിയ ചർച്ച. ഇന്ത്യ രാജ്യം ഒരു വലിയ രാജ്യമാണ്. 81 കോടി ആളുകളാണ് വോട്ട് ചെയ്യാനുള്ളത്. ഈ 81 കോടി ആളുകൾ വോട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ കേരളത്തിലോ വെസ്റ്റ് ബംഗാളിലോ ഒഴികെ വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു ചർച്ചയേ നടക്കുന്നില്ല.
രണ്ട് വലിയ ശക്തികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന മുന്നണിയും വർഗീയതയിലും ഫാസിസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു മുന്നണിയും. ഇതിലേത് വേണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മുന്നണികൾ തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഏറ്റുമുട്ടുന്നത്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UPA. രണ്ട്, ഭാരതീയ ജനതാ പാർട്ടി, അതിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നയിക്കുന്ന BJPയുടെ മുന്നണി NDA. ഈ രണ്ട് സഖ്യങ്ങളും തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന്, മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മുന്നണിയാണ്. മറ്റൊന്ന്, വർഗീയതയിലും ഫാഷിസത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ മുന്നണിയാണ്. ഏതാണ് വേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കും. 67-ലെ നമ്പൂതിരിപ്പാട് ഗവൺമെന്റിൽ നിന്നും ബേബി ജോൺ ഇറങ്ങിപ്പോയ അതേ സാഹചര്യമുണ്ടായതുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ LDF വിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 67-ലെ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിൽ നിന്ന് ശ്രീ ബേബി ജോൺ എന്തിനാണോ ഇറങ്ങിപ്പോകുന്നത്, അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോ പ്രേമചന്ദ്രനും ആ വഴി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളീയരായ ആളുകൾക്ക് അത് വിശദീകരിക്കപ്പെടാതെ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. RSP ജില്ലാ സെക്രട്ടറി ജെയിൻ, UDF തെരഞ്ഞെടുപ്പ് കൺവീനർ S മുരളീധരൻ നായർ, DCC അധ്യക്ഷൻ പ്രതാപവർമ്മ തമ്പാൻ, RSP സംസ്ഥാന കമ്മിറ്റി അംഗം KS വേണുഗോപാൽ, ഇല്യാസ് റാവുത്തർ, കൊല്ലായിൽ സുരേഷ്, AA ലത്തീഫ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരത്ത് വീടിന്റെ തടിവാതിൽ കത്തിച്ച് മോഷണത്തിന് പിന്നിൽ വൻ സംഘമെന്ന സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനാപുരം പിറവന്തൂരിന് സമീപം നാരങ്ങാപ്പുറത്താണ് വീടിന്റെ പിൻവാതിൽ തീയിട്ട് നശിപ്പിച്ച ശേഷം മോഷണം നടത്തിയത്. നാരങ്ങാപ്പുറത്ത് റോഡരികിൽ നസീമ മജീദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ അടുക്കള ഭാഗത്തുള്ള തടികൊണ്ട് നിർമ്മിച്ച വാതിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം മോഷ്ടാക്കൾ അകത്തു കടക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ കടന്ന മോഷ്ടാക്കൾ അലമാരകളും മേശകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചു. തുണികൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും വാരി വെളിയിലിട്ട അവസ്ഥയിലാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നസീമ മജീദും മരുമകൾ ഷീനയും കൊച്ചുമകളും അടങ്ങുന്ന കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഹോസ്പിറ്റൽ ജീവനക്കാരിയായ നസീമ മജീദ് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. മരുമകൾ പത്തനംതിട്ടയിലെ സ്വന്തം വീട്ടിലുമായിരുന്നു. സ്ഥിരമായി ഈ വീട്ടിൽ പാൽ കൊണ്ടുവരുന്നയാളാണ് വീടിന്റെ പിൻവാതിൽ അഗ്നിക്കിരയായതായി ആദ്യം കണ്ടെത്തിയത്. ഇയാൾ അയൽവാസികളെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. എന്നും പാലും കൊണ്ടുവരുന്നതാണ്. ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്ന് രാവിലെ വന്നപ്പോൾ ഇങ്ങനെ തീ കഥവ് പൊളിഞ്ഞു കിടക്കുന്നു. ഞാൻ വിചാരിച്ച് ഇവിടെ വല്ല ആപത്ത് പറ്റിയതാണ്. കഥവിനെ തട്ടി വിളിച്ചപ്പോൾ ആരുമില്ല. ഉടനെ അടുത്ത വീട്ടിൽ ചെന്ന് ചെറുക്കനെ വിളിച്ചു കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ആഹാരം മോഷ്ടാക്കൾ ഭക്ഷിച്ചതായി കണ്ടെത്തി. കിണറിന് സമീപത്ത് മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പും അടിവസ്ത്രങ്ങളും കാണാൻ കഴിഞ്ഞു. അലമാരയും മറ്റും കുത്തി തുറന്നെങ്കിലും സ്വർണ്ണാഭരണങ്ങളോ വിലപിടിപ്പുള്ള സാധനങ്ങളോ കണ്ടെത്താൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞില്ല. വഞ്ചിപ്പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 5000-ഓളം രൂപ മാത്രമാണ് അപഹരിക്കപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ വൻ മോഷണ സംഘത്തെ സംശയിക്കുന്നുണ്ട്. അതേസമയം വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി മോഷണം നടത്തിയതിനാൽ പ്രാദേശിക മോഷ്ടാക്കളാണെന്നും സംശയിക്കുന്നുണ്ട്. പ്രദേശത്തെ ചില സാമൂഹ്യ വിരുദ്ധരെയും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ കഥ ഇതുപോലെ പൊളിച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ അലമാരിക്കകത്തുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു. കുറച്ച് പൈസ പോയിട്ടുണ്ട്. എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. കുറച്ച് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഞ്ചിക്കകത്തിട്ടിരുന്ന പൈസ ആയിരുന്നു. അതിന് കൃത്യമായിട്ട് അറിയില്ല. സംശയമുണ്ടോ? സംശയമുണ്ട്. ഇവിടെ എനിക്കയാളെ അറിയില്ല. എന്നാൽ ഇവിടെയുള്ള പരിസരവാസികളൊക്കെ പറഞ്ഞതനുസരിച്ച് സംശയമുണ്ട് ഒരാളിനെ. പ്രദേശവാസിയായിരിക്കുന്നു. അതെ. ഇവിടെ രാത്രിയിൽ ആരും കാണില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആണ്. മുൻവശത്തെ വാതിൽ കുത്തി തുറക്കാനുള്ള ശ്രമം വിഫലമായതിനാലാകാം പിൻവാതിൽ അഗ്നിക്ക് ഇരയാക്കി മോഷണം നടത്തിയതെന്നും സംശയിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധർ അടക്കം ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്തെത്തിയിരുന്നു. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ വിഹാരം തുടരുന്നു. തലവരമ്പിൽ കവർച്ച നടത്താൻ വീടിന്റെ ഓട് പൊളിച്ചിറങ്ങിയ മോഷ്ടാവ് വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച വെളുപ്പിന് ചിതറ തലവരമ്പിലാണ് സംഭവം. തലവരമ്പ് ജംഗ്ഷനിൽ റോഡരികത്ത് വീട്ടിൽ യഹിയ റാവുത്തരുടെ വീട്ടിലാണ് മോഷണ ശ്രമം. സമീപത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഏണി ഉപയോഗിച്ച് മോഷ്ടാവ് യഹിയ റാവുത്തരുടെ വീടിന്റെ അടുക്കള വശത്തെ ഓടിളക്കി അകത്ത് കടന്നിരുന്നു. മോഷ്ടാവ് മുറിക്കുള്ളിൽ കടന്നെങ്കിലും കസേരയിൽ തട്ടിയുണ്ടായ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു. ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.
പത്തനാപുരം കമുകുംചേരിയിൽ സൂര്യാഘാതത്തെ തുടർന്ന് യുവാവിന് പൊള്ളലേറ്റു. കമുകുംചേരി ചെന്നിലമണ്ണിൽ രജീഷ് ഭവനിൽ രജീഷ് എന്ന യുവാവിനാണ് സൂര്യാഘാതമേറ്റ ശരീരത്തിൽ പൊള്ളലുണ്ടായത്. ഇരുതോളുകളുടെയും ഭാഗത്താണ് പൊള്ളലേറ്റത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് ജനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. നട്ടുച്ച നേരത്ത് സമീപത്തെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രജീഷിന് പൊള്ളലേറ്റത്. തീപ്പൊള്ളലിന് സമാനമായി പൊള്ളലേറ്റ ഭാഗത്ത് കുമിളയുണ്ടായി പൊട്ടിയൊലിക്കുന്ന നിലയിലാണ്. പൊള്ളലിന്റെ ആഘാതത്തിൽ ശാരീരിക വൈഷമ്യം അനുഭവപ്പെട്ട രജീഷിനെ കുടുംബാംഗങ്ങൾ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമണോല വന്ന് അങ്ങനെ അത് പിന്നെ പൊട്ടി തൊഴിയളവാണ്. ഭയങ്കര വേദനയാണ്, നീറ്റലാണ്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശമായ പുനലൂരിനോട് ചേർന്നാണ് പിറവന്തൂർ പഞ്ചായത്തിലെ കമുകുംചേരി ചെന്നിലവൺ. പുനലൂർ മേഖലയോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലകൾ കടുത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് സൂര്യാഘാതം മൂലം പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ കുറവാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം കവലയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രമേൽശാന്തി രാജേഷ് നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെ പൊങ്കാല ആരംഭിച്ചു. അമ്മേ നാരായണ, ദേവി നാരായണ സ്തുതികളാൽ ക്ഷേത്രസന്നിധി മുഖരിതമായി. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കവലയിലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവശതയിലും ആവേശമായി കെ.ആർ. ഗൗരിയമ്മ. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി MA ബേബിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ ഗൗരിയമ്മ എത്തി. കേരള ജനതയുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്ന് ഗൗരിയമ്മ. പ്രചരണം മുറുകുന്നു. കിഴക്കൻ മേഖലയിൽ LDF UDF സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച സ്വീകരണം. തെരഞ്ഞെടുപ്പ് ചൂടിലും മോഷ്ടാക്കൾക്ക് വിശ്രമമില്ല. കടക്കലിലും പത്തനാപുരത്തും മോഷണം. നരേന്ദ്രമോദി ഹിറ്റ്ലറുടെ അവതാരമെന്ന് VD സതീശൻ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.